സൂപ്പർ സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാ കുട്ടികളും. നിങ്ങൾ അതുവരെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി സമയം കളയും. അത് വന്നു കഴിഞ്ഞാൽ ധൃതി പിടിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ കിട്ടുന്ന ഫ്രീ ടൈം നല്ലതുപോലെ യൂസ് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോളേജ്, ഇപ്പോൾ തന്നെ പ്രത്യേകിച്ച് റിസൾട്ടൊക്കെ ഇപ്പോൾ ബിടെക്കിൻ്റെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒത്തിരി ആശങ്കകൾ അല്ലെങ്കിൽ പേടികൾ ഉണ്ട്. ഏത് കോളേജ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ നല്ലതാണോ അതോ മോശമാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കുണ്ട്. കാരണം റിസൾട്ടിൽ നോക്കുമ്പോൾ എല്ലാ കോളേജിൻ്റെയും റിസൾട്ടുകൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഒരുവിധം ഒക്കെ കേട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ ശേഷമാണ് പല കോളേജിലും പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഫ്രീ ടൈം ഏറ്റവും നല്ലപോലെ ഉപയോഗിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് എന്തായാലും ഗെയിമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാൻ ഡേറ്റ് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും എന്തായാലും ഇന്നങ്ങോട്ട് തുടങ്ങിക്കോ. ഇന്ന് തൊട്ടേ തുടങ്ങിയാൽ അതുവരെ നമുക്ക് നല്ല ടൈം കിട്ടും. നിങ്ങൾക്ക് പല ഇഷ്ടപ്പെട്ട കോഴ്സുകളുണ്ട്. നിങ്ങൾക്കറിയാം നല്ല കോഴ്സുകൾ ഇതാണ്, നല്ല കോളേജ് കിട്ടിയാൽ ഇതാണ്, നല്ല ജോലി. എല്ലാവർക്കും ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് നല്ലപോലെ പഠിച്ച് നല്ല പാസ്സാക്കി തരാം, അല്ലെങ്കിൽ പാസ്സായി തരാം എന്നൊക്കെയുള്ളൊരു വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടുകാർക്ക് കൊടുക്കാം. പക്ഷേ വീട്ടുകാർക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഇന്ന കോളേജ് കിട്ടാൻ വേണ്ടി പോയി അങ്ങ് പറഞ്ഞാൽ കിട്ടുമോ? ഒരു കോളേജ് കയറി അങ്ങ് തരും അഡ്മിഷൻ? ഇല്ല. അതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ കീം റാങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റാങ്കിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കോളേജും നല്ലൊരു കോഴ്സും അത് അവരവരുടെ റാങ്കിനെ ബേസ് ചെയ്തും പിന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ എടുക്കുന്ന രീതികളൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്കൊരു നല്ലൊരു കോളേജ് കിട്ടുന്നത്. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയം കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള കോളേജസുകൾ, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. അടുത്തുള്ള കോളേജസുകളെല്ലാം ഒന്ന് സെലക്ട് ചെയ്യണം. എല്ലാം നമ്മളിപ്പം അതൊക്കെ നമുക്കൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കോളേജസുകളുടെ ലിസ്റ്റ് എല്ലാം നിങ്ങളുടെ അടുത്തുള്ള, ഇപ്പോൾ ഓരോരുത്തരുടെയും ഇപ്പോൾ കൊല്ലത്തുള്ള ഒരാൾ അവരുടെ അടുത്തുള്ള കോളേജസുകളെല്ലാം ഒന്ന് എഴുതിയെടുക്കുക. കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ അലോട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ കോളേജസുകളെല്ലാം ലിസ്റ്റൊക്കെ കൊടുക്കണം. നിങ്ങൾ ഏത് കോളേജിലാണ്, ഏത് കോഴ്സാണ്. അപ്പോൾ ഇതിനെല്ലാം സമയം വേണം. അന്നേരം നിങ്ങൾ ഈ ധൃതി പിടിച്ച് ആദ്യമേ അങ്ങ് ചെയ്യുകയും ചെയ്യും. അതാണ് രസം. നമുക്ക് 2-3 ദിവസം ഉണ്ടെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ എല്ലാം അപ്ലോഡ് ചെയ്തെല്ലാം കഴിഞ്ഞു പിന്നെയാണ് ചിന്തിക്കുന്നത് അയ്യോ അവിടെ വേണ്ടായിരുന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവിടെ വേണ്ട, ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഒന്ന് ഹോംവർക്ക് ചെയ്താൽ നല്ലൊരു പ്രിപ്പയർഡായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ കോളേജസുകളും ബ്രാഞ്ചസുകളും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ അതിനുവേണ്ടി ഒന്നുകിൽ നിങ്ങൾ മാത്രമായി ഇരിക്കരുത്. ഇതിന് നിങ്ങളുടെ ഇപ്പം ആരെങ്കിലും ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, റിലേറ്റീവ്സിൽ നല്ല പൊസിഷനിലുള്ളവരോ ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോ ഒക്കെ ഒന്ന് കൂടെ ഇരുത്തി നിങ്ങളുടെ പേരൻസൊക്കെ ഇരുന്ന് എല്ലാവരോടും ഒന്ന് ആലോചിച്ച് ഒരു ഇത്തിരി സമയമെടുത്ത് നിങ്ങളൊരു ഏകദേശം ഒരു രൂപം ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. ഏറ്റവും നല്ലൊരു വർക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ധൃതി പിടിച്ച് ചെയ്താൽ പല കാര്യങ്ങളും ശരിയാവില്ല. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള കോളേജസുകളെല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ ഏതൊക്കെ കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ കോഴ്സുകൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് ഇന്ന കോഴ്സുകൾക്ക് പ്രാധാന്യമുണ്ടോ, മീൻസ് അവിടെ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ടോ, എല്ലാം നിങ്ങൾക്ക് തന്നെ കുറച്ചൊന്ന് റേറ്റിംഗ് നടത്തി ഓക്കെ ഞാൻ ഇന്ന കോളേജ് നമുക്ക് ഫസ്റ്റ് കൊടുക്കാം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്യാം. പ്രത്യേകിച്ച് റാങ്ക് ഇത്തിരി കുറവുള്ളവരൊക്കെ ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാന്നാർ അല്ലെങ്കിൽ തിരുവല്ലയ്ക്കും മാവേലിക്കരയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് കേട്ടോ. മാന്നാർ പരുമല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പരുമല പള്ളിയൊക്കെ പ്രസിദ്ധമാണ്. അപ്പോൾ അവിടെ അതുപോലെ വെങ്കല പാത്രങ്ങൾ, ഈ ഓട്ടുപാത്രങ്ങളും വെങ്കല പാത്രങ്ങളും ഒക്കെ പ്രസിദ്ധമാണ്. കേരളത്തിലെ മാന്നാർ എന്ന സ്ഥലം നമ്മളവിടെയാണ്. അപ്പോൾ അതിനടുത്തുള്ളൊരു കോളേജാണ് IHRD ചെങ്ങന്നൂർ. അവിടെ കമ്പ്യൂട്ടർ സയൻസ് വളരെ ഫേമസാണ്. അത് മാത്രമാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ള ബ്രാഞ്ചസിന് വലിയ സ്ഥാനമില്ല. CS IHRD ചെങ്ങന്നൂർ കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള, മീൻസ് എനിക്കറിയാവുന്ന ഒത്തിരി കുട്ടികൾക്ക് നല്ല പ്ലേസ്മെൻറ്റ് എല്ലാ വർഷവും കിട്ടുന്ന ഒരു കോളേജാണ്. അതും ഇവിടെങ്ങുമല്ല പ്ലേസ്മെൻറ്റുകളെന്ന് ഞാൻ പറഞ്ഞത്, ഇവിടെങ്ങുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി കുട്ടികൾക്കുണ്ട് അമേരിക്ക, US, അവിടോട്ടൊക്കെ തന്നെ ഒത്തിരി കുട്ടികൾക്ക്, അല്ലെങ്കിൽ തന്നെ ഇൻഫോസിസ്, വിപ്രോ, അങ്ങനെയുള്ള ആക്സെഞ്ചർ, ഇഷ്ടംപോലെ അങ്ങനെയുള്ള IT കമ്പനികളിലൊക്കെ നല്ല ജോബോടുകൂടി ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ.
അപ്പോൾ ഇതിപ്പോൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് നല്ലപോലെ കൃത്യമായിട്ട് പറയാം. അതുപോലെ നിങ്ങൾക്കും ഒന്ന് അന്വേഷിച്ചാൽ ഇപ്പം ഞാനിപ്പം ഓരോ സ്ഥലത്തെയും നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഒരു ടൈം ഒന്ന് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ചെങ്ങന്നൂർ ഇപ്പം നല്ല കോളേജാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൂരെയുള്ള ഒരാൾക്ക് ഇവിടെ ഒന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നല്ല കോളേജുകളുണ്ടാവും. അതിനെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആദ്യം പഠിക്കുക. എന്നിട്ട് അവിടെ ഉള്ള ബ്രാഞ്ചസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ഞാൻ ബ്രാഞ്ചസിനെ കുറിച്ച് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്രാഞ്ചസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ. അതിനുള്ളിൽ കിട്ടുന്ന ജോലികൾ മീൻസ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് അതെല്ലാം കേട്ടോ ഉടൻ തന്നെ എത്തും. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം, ഒട്ടും സമയം കളയേണ്ട, മാക്സിമം ഷെയറും ചെയ്തേക്കണം. ഓക്കെ, നമ്മളുടെ രീതിയിൽ കൂടെ കിട്ടുന്ന കാര്യങ്ങൾ എല്ലാവരും എത്തുന്നത് നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഈ കോളേജിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങളുടെ അടുത്തുള്ള കോളേജ് ഇതേപോലെ ഉണ്ടാവും. ഏതാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഓരോ കുട്ടിയും അവരവരുടെ സ്ഥലത്തുള്ള കോളേജ് ഏതൊക്കെയാണ് ഏറ്റവും നല്ല കോളേജ്, അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ. ഇപ്പോൾ നിങ്ങളായിരിക്കും എൻ്റെ റാങ്ക് എനിക്ക് അറിയാതെ എങ്ങനെയാണെന്ന്. ഏകദേശം റാങ്കുകളൊക്കെ അതും നമുക്ക് പറ്റുന്നെങ്കിൽ ഇതിനിടയ്ക്ക് ഞാനത് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഡേറ്റ കളക്ഷനിലാണ്. പറ്റുന്നെങ്കിൽ ഞാൻ അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് ഏകദേശം ഒന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ കൂടെ എത്തിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഏതെങ്കിലും റാങ്കൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ഇപ്പം പല കോഴ്സുകളുണ്ട്. പലർക്കും ഇപ്പം CS ഭയങ്കരനാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒന്നും CS ഇഷ്ടമാണെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇലക്ട്രോണിക്സ് ആയിരിക്കും, ചിലർ നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കും, ചിലപ്പോൾ സിവിൽ എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയർ. ഇങ്ങനെ പല രീതിയിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അല്ലാതെ എല്ലാവരും CS പോകാൻ പറ്റുമോ? CS ജോലി കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചസിനെ സെലക്ട് ചെയ്യാൻ അതിന് ഓർഡറാക്കുക, കോളേജസിനെ ഓർഡറാക്കുക. ഈ കോളേജിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകളുണ്ടോ, ആ നല്ലൊരു കോളേജിൽ ആ കോഴ്സ് ഉണ്ടോ എന്നൊക്കെ. നമ്മളൊരു നല്ല കോളേജായിരിക്കും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് കാണില്ല. ചിലപ്പോൾ നല്ല കോഴ്സ് കണ്ടെടുത്ത് നല്ല കോളേജായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് വരാൻ ഇത്തിരി സമയം വേണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ മാക്സിമം നിങ്ങളുടെ ഡേറ്റ കളക്ഷൻ ആയിരിക്കണം. നിങ്ങൾ പോകേണ്ട കോളേജിനെ സെലക്ട് ചെയ്യുക. ഇത്തിരി സമയം വേണം, അതത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞു 4 വർഷം കഴിഞ്ഞ് റിസൾട്ട് മോശമായാൽ നിങ്ങൾ ഈ സമയം കളഞ്ഞതിനെ ഓർത്ത് അല്ലെങ്കിൽ ഇപ്പം മെനക്കെടാതിരുന്നിട്ട് അന്നേരം അയ്യോ ഞാൻ ഈ കോളേജിൽ നിന്ന് പെട്ടുപോയല്ലോ, എനിക്ക് ഈ കോളേജ് അല്ലായിരുന്നു വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 4 വർഷം നല്ല രീതിയിൽ കൂടെ പഠിച്ചിറങ്ങാനുള്ള ഒരു ചെറിയൊരു ഹോംവർക്ക് നടത്തിയാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതറിയാതാണ് ഈ പലരും പല കോളേജിലും ഉടനെ അടിപൊളി അങ്ങോട്ട് പോയി ജോയിൻ ചെയ്തു, അയ്യോ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഈ ടൈം തൊട്ട് ഇപ്പോഴത്തെ ഈ സമയം തൊട്ട് നിങ്ങളുടെ ഈ വർക്ക് തുടങ്ങുക. ഏറ്റവും നല്ല കോളേജിനെ സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല ബ്രാഞ്ച് നിങ്ങളുടെ ഏറ്റവും അടുത്ത് വന്ന് പോകാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ദൂരെ പോയി ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നവർക്ക് ഓക്കെ, അല്ലാത്തവർ വന്നു പോകുന്നവരോ അല്ലെങ്കിൽ ഇത്തിരിയൊക്കെ ദൂരെയാണെങ്കിലും അതിനെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സമയമുണ്ട്. എല്ലാവരും അവരോട് ചെയ്യേണ്ട വർക്ക് ഇത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, ശരിയല്ലേ? നിങ്ങളല്ലേ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്കല്ലേ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് അറിയുന്നത്. അതിനടുത്തുള്ള കോളേജസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ടീമിനെ തന്നെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ടീം എന്താ, നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള റിലേറ്റീവ്സ്, അവരെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരോടും ഒന്ന് സംസാരിച്ച് കുറച്ച് കോളേജസുകളെല്ലാം അവരുടെ കഴിവ് മീൻസ് ഓരോരുത്തർക്കും ഓരോ അറിയാമല്ലോ അവിടുത്തെ കാര്യങ്ങൾ എല്ലാം ഒന്ന് നോക്കി ഉടൻ തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു കോളേജ് എല്ലാവർക്കും കിട്ടട്ടെ, നല്ല ബ്രാഞ്ചസ് കിട്ടട്ടെ, അതുപോലെ നല്ല ജോലി ഇത് കഴിഞ്ഞിട്ടും കിട്ടട്ടെ എന്ന് ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.